56 വേണ്ടത്, ഒരു 2 ഇഞ്ചിൻ്റെ കുണം കാണിച്ചാൽ മതി. 56 അവിടെ നിൽക്കട്ടെ, 2 ഇഞ്ചിൻ്റെ കുണം കാണിച്ചു കഴിഞ്ഞാലെങ്കിലും എന്തെങ്കിലുമൊക്കെ ഉണ്ടോ. അല്ലാണ്ട് ഇങ്ങനെ പിടുങ്ങ് വിറച്ചിട്ടേ, ഈ കിടുക്കാമണി വിറച്ചിട്ട് ഇങ്ങനെ നിന്നിട്ട് ട്രംപ് വരുമ്പോൾ മുന്നോട്ടേ പോകില്ല. ചൈനക്കാരെന്തേലും പറഞ്ഞാൽ നമ്മൾ നേരെ കൊടി വെക്കാനും ഓടും. ഈ പറഞ്ഞ പരിപാടിയൊക്കെ നിർത്തിയിട്ട് ഇന്ത്യക്ക് വേണ്ടി വല്ലതൊക്കെ ചെയ്യും. ഇല്ലെങ്കിൽ അമേരിക്ക തകരും, നമ്മുടെ എന്താ പറയുക, ചൈന തകരും, നമ്മുടെ റഷ്യ തകരും. എല്ലാവരെയും പിടിച്ചു നിർത്തിയിരിക്കുന്നത് നമ്മുടെ വിശ്വഗുരുവിൻ്റെ ഉള്ളം കൈയിലാണ്. ഈ പറഞ്ഞ ചൈനയും അമേരിക്കയും റഷ്യ എന്നൊക്കെ പറഞ്ഞിട്ട് 4 PR പോസ്റ്റ് ഇട്ട് കൊടുക്കുക. ഇത് കണ്ട് പുളകം കൊണ്ട് വിജൃംഭിച്ച് കിടന്നുറങ്ങുന്ന ചങ്കി കുഞ്ഞുങ്ങളാണ് നമ്മുടെ നാട്ടിലുള്ളത്. മോദിജി, വല്ലതും അറിയണ്ടോ നാട്ടിൽ നടക്കുന്നത്? നിങ്ങളിങ്ങനെ കൊടിയും തൂക്കി കൊടിയും പൊക്കി ഇങ്ങനെ നടന്നോ? നാട്ടിലെ അരുണാചൽ പ്രദേശൊക്കെ ചൈന കൊണ്ടുപോയി. ഇത് വല്ലതും അറിഞ്ഞിട്ടുണ്ടോ? നമ്മൾ ചൈനയിലേക്കൊക്കെ ടൂറ് പോയിരുന്നില്ലോ, വല്ലതും നടന്നിരുന്നോ? എവിടെയല്ലേ നമ്മൾ ചൈനയിൽ എന്തോ ഓട്ടക്കാൻ പോയി ടൂറും പറഞ്ഞ പോക്ക് പോയിട്ട് അതിനുശേഷം ഇപ്പം നമ്മൾ പെട്രോൾ അവസാനം അല്ലെങ്കിൽ ക്രൂഡ് ഓയിൽ അവസാനം റഷ്യ എന്നുള്ളത് നിർത്തിച്ചിട്ടുണ്ട്. ഏതായാലും നാട്ടിലെ ചില സ്ഥിതിഗതികളൊക്കെ ഒന്ന് അറിയുന്നത് നല്ലത്. നമ്മൾ ടൂറ് പോയി ഫോട്ടോഷൂട്ടിന് പോയിട്ട് നമ്മളിങ്ങനെ ഉങ്കിലി വെച്ചിട്ട് ഇങ്ങനെ ഈ വിരൽ വെച്ചിട്ടുള്ള പല പല വിക്രസും വിദ്യകളും കാണിക്കാന്നല്ലാണ്ട് എന്തെങ്കിലും ഒരു കുണം നിങ്ങളെ കൊണ്ടുണ്ടോ എവിടെയെങ്കിലും പോയിട്ട്? അല്ല, അറിയാത്തോണ്ട് ചോദിക്കുക. നടന്ന വല്ലതും അറിഞ്ഞിരുന്നോ? നമ്മുടെ ഇന്ത്യൻ അരുണാചൽ പ്രദേശിലൊരു ഇന്ത്യൻ വനിതക്ക് ചൈനയിൽ നിന്ന് നേരിട്ടൊരു വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അറിഞ്ഞിരുന്നോ? എന്നൊക്കെ പറഞ്ഞുതരാം, കാര്യങ്ങൾ പറഞ്ഞുതരാം, അത് കേൾക്കേതായാലും കാണ്. Arunachal is not part of India very clearly, and they said you should apply, and started mocking and laughing and saying things like you should apply for Chinese passport. This is Prema Thongdog, an Indian citizen stopped in Shanghai and told. സംഭവം മനസ്സിലായോ? അതായത് നമ്മളിപ്പോൾ കണ്ടത് ഇന്ത്യൻ വനിതയുടെ അരുണാചൽ പ്രദേശിൽ നിന്നുള്ള പ്രേമ വാങ്ചോങ് ആണ് ഈ പറഞ്ഞ നമ്മളിപ്പോൾ കണ്ട ആള്. ഇയാൾ കഴിഞ്ഞ ദിവസം ചൈനയിലെ ഷാങ്ഹായിൽ വെച്ചിട്ട് ഉണ്ടായിട്ടുള്ളൊരു അനുഭവമാണ് പറഞ്ഞത്. അതായത് ഷാങ്ഹായ് വിമാനത്താവളത്തിൽ വന്ന സമയത്ത് അവർ ജപ്പാനിലോട്ട് പോകാൻ അവരുടെ കയ്യിൽ വിസയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവർ ജപ്പാനിലോട്ട് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന സമയത്ത് ഇന്ത്യൻ പാസ്പോർട്ട് അവരുടെ കയ്യിൽ കണ്ടപ്പം അതിൽ അവരുടെ അഡ്രസ്സിൽ അരുണാചൽ പ്രദേശ് എന്നും കൂടെ കണ്ടപ്പം ചൈനീസ് പോലീസ് അല്ലെങ്കിൽ ചൈനീസ് ഇമിഗ്രേഷനിലുള്ള ആൾക്കാർ പറഞ്ഞു, ഇന്ത്യയിൽ ആണോ അരുണാചൽ പ്രദേശ്? ഞങ്ങളൊക്കെ അറിവില്ല, അരുണാചൽ പ്രദേശ് ചൈനയുടെ ഭാഗമാണ്. ഇന്ത്യ ഈ എന്താ പറയുക, പാക് ഒക്യുപ്പൈഡ് കാശ്മീർ എന്ന് പറഞ്ഞ പോലെ ഇന്ത്യ ഒക്യുപ്പൈഡ് അരുണാചൽ പ്രദേശാണെന്ന് ചൈനക്കാർ പറയുന്നത്. അതുകൊണ്ട് അരുണാചൽ പ്രദേശിലുള്ള നിങ്ങൾക്ക് ഇന്ത്യൻ പാസ്പോർട്ട് സമ്മതിച്ച് തരൂല, ഇത് റോങ് പാസ്പോർട്ടാണ്. പാസ്പോർട്ട് എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ചൈനീസ് പാസ്പോർട്ട് എടുത്ത് ചൈനീസ് സിറ്റിസൺ ആവണം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് യാത്ര ചെയ്യാൻ പറ്റൂല എന്നാണ് അവിടുത്തെ ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ ഈ പറഞ്ഞ സ്ത്രീനോട് പറഞ്ഞത്. ഇനി അത് അവിടെ ഉണ്ടായ മറ്റു കുറേ ദുരനുഭവങ്ങളും കൂടെ അവർ പറയുന്നുണ്ട്, കേൾക്ക്. Arunachal Pradesh is part of China. Your Indian passport is invalid. And the officials even had the audacity to tell her to get a Chinese passport instead. അതായത് അവരുടെ വീഡിയോയിൽ അവർ വ്യക്തമായിട്ട് പറയുന്നത് ചൈനീസ് ഉദ്യോഗസ്ഥർ അവരെ തടഞ്ഞു നിർത്തി. അരുണാചൽ പ്രദേശ് ചൈനയുടെ ഭാഗമാണ് എന്നും അതിനാൽ അവരുടെ ഇന്ത്യൻ പാസ്പോർട്ട് അസാധുവാണെന്നും വ്യക്തമാക്കി കൊടുത്തു അവർക്ക്. ഇത് മാത്രമല്ല, ചൈനീസ് പാസ്പോർട്ടിനുള്ള നിർദ്ദേശവും കൊടുത്തിട്ടുണ്ട്. അതായത് ഉദ്യോഗസ്ഥൻ അവരെ പരിഹസിച്ചു, അതുപോലെ തന്നെ ചിരിച്ചു കളിയാക്കി പകരം ഒരു ചൈനീസ് പാസ്പോർട്ടിനായി അപേക്ഷിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതാണ് അവർ കഴിഞ്ഞ നേരത്തെ നമ്മളോട് കാര്യങ്ങൾ പറഞ്ഞു തന്നത്. ഇനി വിമാനത്താവളത്തിലെ ദുരന്തങ്ങളെപ്പറ്റി അവർ പറയുന്നുണ്ട്. ഇങ്ങനെ ഒരു കാര്യം ഉള്ളതുകൊണ്ട് തന്നെ എന്താണ് അവർക്ക് അവിടെ പിന്നീട് അനുഭവിച്ചതെന്നും കൂടെ അവർ പറയുന്നുണ്ട്. Chinese officials at the airport prevented her from boarding another flight, denied her information, food and basic amenities, pressured her to buy a new ticket, mocked her for being from Arunachal Pradesh. ഏകദേശം 18 മണിക്കൂറാണ് അവരെ ആ വിമാനത്താവളത്തിൽ പിടിച്ചു വെച്ചിട്ടുള്ളത്, ചൈനീസ് വിമാനത്താവളത്തിൽ പിടിച്ചു വെച്ചിട്ടുള്ളത്. അത് മാത്രമല്ല, അവർക്ക് ഇന്ത്യൻ കോൺസുലേറ്റിൽ കണക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസും അവർ കൊടുത്തില്ല. ഭക്ഷണം, മറ്റ് പ്രാഥമിക കാര്യങ്ങളൊന്നും അവരെ കൊണ്ട് ചെയ്യിക്കാനും സമ്മതിക്കാണ്ട് അവിടെ പൂട്ടിവെച്ച അവസ്ഥയിലായിരുന്നു ഈ പറഞ്ഞ ഇന്ത്യൻ വനിത. ഇത്ര ധൈര്യമായിട്ട് അവർക്ക് അവിടെ പറയാനും ഒരു ഇന്ത്യൻ വനിതനെ അവിടെ പിടിച്ചു വെക്കാനും കഴിഞ്ഞത് എന്തുകൊണ്ടാണ്? നമ്മുടെ ഡിപ്ലോമസിയുടെ കൊണം കൊണ്ടാണ് നമുക്ക് ഇതൊക്കെ സാധിക്കുന്നത്. നമ്മുടെ പ്രധാനമന്ത്രി വിശ്വകുരു ഈ വേൾഡിൽ മൊത്തം
കറങ്ങി നടന്ന് അങ്ങോട്ട് വിളിക്കാത്ത കല്യാണത്തിന് പോയിട്ട് എന്ന് പറഞ്ഞ പോലെ അങ്ങോട്ട് ഞാൻ വരുന്നുണ്ട് കേട്ടോ എന്നും പറഞ്ഞിട്ട് രാജ്യങ്ങളായിട്ടുള്ള രാജ്യങ്ങളിലൊക്കെ പോവും, ആളെ കെട്ടിപ്പിടിക്കും, കൈ പിടിക്കും, ബെക്കൂടെ പിടിക്കും, വിരലിങ്ങനെ ചൂണ്ടിയൊക്കെ വർത്താനം പറഞ്ഞ് 4 ഫോട്ടോ ഇട്ടിട്ട് നമ്മുടെ ചങ്കി കുഞ്ഞുങ്ങളുടെ അവിടെ മുമ്പിലിട്ടെടുക്കും. കണ്ടോ വിശ്വഗുരു, ഞാൻ ആരാ ഏട്ടാ, ഞാൻ ആരാ ഏട്ടാ, ഇതാണ് അവസ്ഥ. ഇതങ്ങ് ഇട്ട് കൊടുക്കും സംഘികൾ. എൻ്റെ അമ്മേ, എൻ്റെ പ്രധാനമന്ത്രി അല്ലെങ്കിൽ എൻ്റെ വിശ്വഗുരു ഉണ്ടായിരുന്നില്ലെങ്കിൽ ഈ ലോകം തന്നെ അസാധുവായി പോയനെ, ലോകം തന്നെ ഇല്ലാണ്ടായി തന്നെ. നമ്മുടെ ഇന്ത്യ ഇല്ലായിരുന്നെങ്കിൽ, അല്ലെ ഇന്ത്യയിലെ ഹിന്ദുക്കൾ, അങ്ങനെ തന്നെ പറഞ്ഞു കേട്ടോ, അതാണ് വിശ്വഗുരു പറയുന്നത് അങ്ങനെയാണ്. ഇന്ത്യയിലെ ഹിന്ദുക്കൾ ഉണ്ടായിരുന്നില്ലെങ്കിൽ ലോകം വരെ ഇല്ലാണ്ടായി പോകുന്ന അവസ്ഥയാണ്. വിശ്വഗുരു ഇല്ലെങ്കിൽ അമേരിക്ക തകരും, നമ്മുടെ എന്താ പറയുക, ചൈന തകരും, നമ്മുടെ റഷ്യ തകരും. എല്ലാവരെയും പിടിച്ചു നിർത്തിയിരിക്കുന്നത് നമ്മുടെ വിശ്വഗുരുവിൻ്റെ ഉള്ളം കൈയിലാണ്. ഈ പറഞ്ഞ ചൈനയും അമേരിക്കയും റഷ്യ എന്നൊക്കെ പറഞ്ഞിട്ട് 4 PR പോസ്റ്റ് ഇട്ട് കൊടുക്കുക. ഇത് കണ്ട് പുളകം കൊണ്ട് വിജൃംഭിച്ച് കിടന്നുറങ്ങുന്ന ചങ്കി കുഞ്ഞുങ്ങളാണ് നമ്മുടെ നാട്ടിലുള്ളത്. അതുകൊണ്ട് ഇത് നമ്മുടെ പ്രധാന ജിക്ക് നല്ലപോലെ അറിയുന്നത് കൊണ്ട് തന്നെ ഈ 4 ഫോട്ടോഷൂട്ടിനാണ് ജി പരന്ന് നടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോണത്. പിന്നെ എവിടെയെങ്കിലും പോയി എന്തെങ്കിലുമൊക്കെ സംസാരിക്കണം എന്നുള്ള അവസ്ഥ വരുമ്പോൾ ജി മുങ്ങാറുണ്ട്. അതാണല്ലോ നമ്മൾ ട്രംപ് വരുന്ന ഒരു പരിപാടിക്ക് ഇപ്പോൾ ജി പോകാത്തത്. എന്താ ട്രംപ് കാര്യങ്ങൾ എന്തെങ്കിലും ചോദിക്കും, പറയും ചെയ്യും. ജി ബബ്ബ 4ാം ക്ലാസ് കുസ്തിക്കാരത്തിൻ്റെ അപ്പുറത്തോട്ട് എന്ത് പറയാനാ? അതുകൊണ്ട് ജിക്കൊന്നും പറയാൻ പറ്റില്ല എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടുമാണ് ജി ഇപ്പോൾ ഈ പരിപാടി, അങ്ങനത്തെ പരിപാടി എന്നൊക്കെ മാറിയിട്ട് ഇപ്പോൾ വല്ലാത്ത പരിപാടിയിലൊക്കെ പോയിട്ട് നമ്മൾ ഇങ്ങനെ കൈ ചൂണ്ടിയിട്ടുള്ള ആക്ഷൻസ് ചെയ്യാറ്. അപ്പം ഈ പറഞ്ഞ ജീനെ കൊണ്ട് ഒരു ചുക്കും ചുണ്ണാമ്പും ചെയ്യാൻ പറ്റില്ല എന്ന് അറിയുന്നതുകൊണ്ട് തന്നെ ചൈനയിലൊരു ഇമിഗ്രേഷൻ അല്ലെങ്കിൽ ഒരു ഇമിഗ്രേഷൻ പോലീസ് ഉദ്യോഗസ്ഥർ വരെ പറഞ്ഞു, അരുണാചൽ പ്രദേശ് ഞങ്ങളുടേതാണ്, നിങ്ങൾ പിടിച്ചു വെച്ചതാണെന്ന് പറഞ്ഞു. ഇനി അവരുടെ ഒഫീഷ്യൽസ് എന്നത് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ വെറുതെ പറയണ്ടല്ലോ, ഇനി പോലീസുകാർ മാത്രം പറയുന്നതാക്കണ്ട, ചൈനീസ് ഒഫീഷ്യൽസ് വരെ പറഞ്ഞ കാര്യമാണിത്. On the so-called Arunachal Pradesh, illegally set up by India, China has repeatedly said our position. Jiangnan is part of China's territory. China does not recognize the so-called Arunachal Pradesh, illegally set up by India. നിങ്ങൾ കണ്ടില്ലേ, ചൈനയുടേതാണ് അരുണാചൽ പ്രദേശ്, ഇന്ത്യ പിടിച്ചു വെച്ചതേ ഉള്ളൂ. രാഹുൽ ഗാന്ധി പണ്ടൊരു കാര്യം പറഞ്ഞിരുന്നു, ഏകദേശം 2700 കിലോമീറ്ററോളം ഭാഗങ്ങൾ, ഇന്ത്യയുടെ ഭാഗങ്ങൾ ചൈന പിടിച്ചു വെച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ ഓർമ്മ കേട്ടോ. എനിക്ക് കറക്റ്റ് ഇത് ഓർക്കുന്നില്ല, നമ്പേഴ്സ് ഞാൻ ഓർക്കുന്നില്ല. പിടിച്ചു വെച്ചു എന്ന് പറഞ്ഞ സമയത്ത് രാഹുൽ ഗാന്ധി രാജ്യദ്രോഹിയാണ്, രാഹുൽ ഗാന്ധി എന്തൊക്കെയാണ് ഈ പറഞ്ഞു നടക്കുന്നതെന്ന് നമ്മുടെ നാട്ടിലെ ചങ്കി കുഞ്ഞുങ്ങൾ കിടന്ന് ചലച്ചിരുന്നു. ആ ചില കേട്ട ചങ്കി കുഞ്ഞുങ്ങൾ ഇതൊക്കെ ഒന്ന് കാണുക, എന്താണ് ചൈനീസിൻ്റെ അല്ലെങ്കിൽ ചൈനക്കാരുടെ മനോഭാവം ഇന്ത്യനോടുള്ള, അതല്ലെങ്കിൽ അരുണാചൽ പ്രദേശ് ഈ ബോർഡറായിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ മനോഭാവം എന്താണെന്ന് പച്ചക്കാണ് നമ്മൾ ഇന്ന് കണ്ടത്. ഇനി ഇത് കണ്ടു കഴിഞ്ഞാലും നിങ്ങൾ ഇവിടെ കിടന്ന് ചിലയ്ക്കും എന്നെനിക്ക് നല്ല പോലെ ചങ്കി കുഞ്ഞുങ്ങൾ ഇപ്പോൾ ചാടി വെക്കും. മോദിജി അവിടെ കൊണ്ട് എന്തോ പൊട്ടിക്കുന്ന ഒരു അവസാനം മോദിജിൻ്റെ മൂട്ടിലാണ് ഈ പൊട്ടുന്നത് എന്നൊന്നും ഈ പാവം കുഞ്ഞുങ്ങൾക്ക് അറിയില്ല എന്നുള്ളതാണ് സത്യം. But this was bound to happen when Modi himself said, "Na koi hamari seema mein ghus aaya hai, na hi koi ghusa hua hai," and then handed China a free pass even as they crossed over, killed 20 of our brave hearts and kept building roads, helipads and entire villages inside our territory and across the LAC. While this government continues to pretend everything is normal, this insult isn't just prema. നമ്മൾ വിച്ചഗുരു എന്ന് പറഞ്ഞ് അമേരിക്ക നമുക്കിട്ടത് പണിതപ്പോൾ നമ്മൾ ആദ്യം ഓടിയത് ജപ്പാനിലോട്ടാണ്. എന്നിട്ട് എന്തെങ്കിലും ഒരു കുണം, എൻ്റെ പൊന്നു പോട്ടെ ചങ്കികളെ, നിങ്ങൾക്കൊരു ജപ്പാൻ ചോക്ലേറ്റ് എങ്കിലും കിട്ടിയില്ലല്ലോ, അത് കിട്ടിയിട്ടില്ല. അപ്പോൾ ഒരു കുണം ഉണ്ടായിട്ടില്ല. രണ്ടാമത് നമ്മൾ ഓടിയിരുന്നത് ചൈനയിലോട്ടായിരുന്നു അല്ലേ. അവിടുത്തെ ഉച്ചകോടിയിലൊക്കെ നമ്മളെന്തോ സംഭവമാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു, അതിനുശേഷം ചൈന പാകിസ്ഥാനുമായിട്ട് പുതിയ കരാറുകൾ ഉണ്ടാക്കുന്നു, പാകിസ്ഥാന് ആയുധങ്ങൾ കൊടുക്കുന്നു, അത് കൊടുക്കുന്നു, ഇത് കൊടുക്കുന്നു, എല്ലാം കൊടുക്കുന്നു. അവസാനം അതും മുഞ്ചിത്തെറ്റി. എന്നാലും ചങ്കികൾ പറയണത് ഇപ്പോഴും ചൈനയുടെ, നമ്മുടെ ചൈനീസ് പ്രസിഡന്റിന്റെ തലയിലാണ് നമ്മുടെ പ്രസിഡന്റ് ഇരിക്കുന്നതെന്നാണ്. നമ്മുടെ പ്രസിഡന്റിന്റെ മൂട്ടിൽ ചൈനക്കാർ ബോംബ് വരെ പൊട്ടിക്കുന്നുണ്ട്. അമ്മാതിരി അവസ്ഥയിലാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പല പല സ്ഥലങ്ങളിൽ മാറിയും തിരിഞ്ഞും കിടന്നും മറന്നും ഫോട്ടോഷൂട്ടൊക്കെ എടുത്ത് തിരിച്ചിങ്ങോട്ട് വന്ന് അവസാനം ഇപ്പം എന്തായി, നമ്മൾ ക്രൂഡ് ഓയിൽ വാങ്ങിക്കുന്നത് റഷ്യയിൽ നിർത്തി, കംപ്ലീറ്റ്ലി നിർത്തി. ഇതുവരെ നമ്മുടെ നാട്ടിലെ നമ്മുടെ വിറയൻ മോഹൻദാസനും ABC മലയാളവും നമ്മുടെ സകലമാന ചങ്കി കുഞ്ഞുങ്ങളുടെ വീഡിയോ വെറുതെ ചങ്കികളെ ചുകിപ്പിക്കാൻ വേണ്ടി മാത്രം വെച്ചിട്ടുള്ള വെറും ഈ മറ്റേ എന്താ പറയുക തുറ്റൽ പിടിച്ച പടക്കം പോലെ പൊട്ടിപ്പോയില്ലേ, വല്ല കാര്യം ഉണ്ടായോ? നമ്മൾ വീണ്ടും അമേരിക്കൻ്റെ പിന്നാലെ തന്നെ പോയില്ലേ. ഇനി ഞാനിതൊക്കെ പറയുമ്പോൾ ഞാൻ രാജ്യദ്രോഹിയാണ്, ഇന്ത്യനോട് സ്നേഹമുള്ളത് കൊണ്ടൊക്കെ ഇനി പറയുന്നത്. നാണം കെട്ട് നാണം കല്ലെടുത്തിട്ട് അവസ്ഥയിലാണ് ഇന്ത്യ ലോകരാജ്യങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ ഉള്ളത്. അത് മനസ്സിലാക്കാൻ എൻ്റെ പൊന്നു ചങ്കി കുഞ്ഞുങ്ങളെ, നാഷണലിസ്റ്റ് ആവാണ്ട് വല്ല പാട്രിയോട്ടിസ്റ്റ് ആവുക. നിങ്ങൾ രാജ്യത്തിനെ സ്നേഹിക്കില്ല, രാജ്യം ഭരിക്കുന്നവരല്ല നിങ്ങൾ സ്നേഹിക്കേണ്ടത്.
ഇതാണ് അതല്ലെങ്കിൽ ഈ ഒരു ഡിപ്ലോമസിയാണ് നമുക്ക് ചൈനയായിട്ടുള്ളതെന്ന് മനസ്സിലാക്കുക. കേട്ടല്ലോ, നമ്മൾ പലവരും ബ്രണ്ടാന്നും പറഞ്ഞ് 4 ഡയലോഗും വിട്ടിട്ട് 4 ഫോട്ടോഷൂട്ടല്ല ഇന്ത്യൻ ഡിപ്ലോമസി, എന്താ പറയുക, ഫോറിൻ ഡിപ്ലോമസി, ഫോറിൻ പോളിസീസ് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. കൂപ്പ് കുത്തി 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 ഇപ്പം ഇന്ത്യയുടെ പൈസ എവിടെ കിടക്കുന്നത്? 90 റുപ്യൻ്റെ അടുത്ത് അല്ലേ, 89.67 ആയി. എൻ്റെ ഒക്കെ ആയിരുന്നു 2014 കൊണച്ചിരുന്നല്ലോ കുറേ വട്ടം. നിങ്ങളുടെയൊക്കെ ജി എന്ന് കൊണച്ചിരുന്നിട്ട് ആ ജിക്ക് 10 കൊല്ലം കൊണ്ട് ഇന്ത്യ കഴിഞ്ഞ 60 കൊല്ലം കൊണ്ട് ഉണ്ടാക്കുന്നതിനേക്കാൾ തകർച്ച, പൈസയുടെ തകർച്ച ഉണ്ടാക്കി നമ്മുടെ കൊണ കാരണം. ऐसे नहीं होता मित्रों, मैं शासन में बैठा हूं, मुझे मालूम है इस प्रकार से रुपया इतनी तेजी से गिर नहीं सकता. अरे नेपाल का रुपया नहीं गिरता है, बांग्लादेश की करेंसी नहीं गिरती है, पाकिस्तान की करेंसी नहीं गिरती, श्रीलंका की करेंसी नहीं गिरती. क्या कारण है हिंदुस्तान का रुपया पतला होता जा रहा है? ये जवाब देना पड़ेगा आपको. देश आपसे जवाब मांग रहा है. അത് മുഞ്ചി തെറ്റിയിരിക്കുന്നുണ്ട് നമ്മൾ. വേറെ ഏതൊരു ഇൻഡസ് എടുത്തു കഴിഞ്ഞാൽ എല്ലാത്തിലും മുഞ്ചൽ മാത്രം. എന്നിട്ടും വേൾഡിലെ 4ാമത്തെ എക്കോണമിയാണ്. 140 കോടി ആൾക്കാർക്ക്, അതായത് വെറും പ്രതിശീർഷ വരുമാനം അല്ലെങ്കിൽ പെർ ക്യാപിറ്റ GDP എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യ എപ്പോഴും കിടക്കും 122ാമത്തെ സ്ഥാനത്തൊക്കെ. ഇത്രയും അവസ്ഥയിൽ കൊണ്ട് എത്തിച്ചിട്ടും ഈ പറഞ്ഞ PR ന്യൂസും PR വർക്കും ഇല്ലെങ്കിൽ യഥാർത്ഥ മോദിജി ഏതോ ഒരു സിനിമയിലുണ്ട്, ഈ ഫ്രണ്ടിലൊക്കെ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് തിരിഞ്ഞ് ബാക്ക് കാണുമ്പോൾ മൊത്തം ഒട്ട ഇതാണ് ഇന്ത്യയുടെ അപ്പോഴത്തെ അവസ്ഥ എന്നുള്ളത് ചങ്കി കുഞ്ഞുങ്ങളൊന്ന് ഇങ്ങനെ കണ്ടാൽ പോലെ ഒന്ന് തിരിഞ്ഞും കൂടെ നോക്കണം എന്നുള്ളത് നല്ലതാണ്. നീയൊക്കെ കിടന്ന് പട്ടിണി കിടന്ന് ചത്താലും നീ ഈ ജയ്യും വിളിച്ചുകൊണ്ടിരിക്കുമെന്ന് എനിക്ക് നല്ല പോലെ അറിയാം. അപ്പം ഇന്ത്യയുടെ ഡിപ്ലോമസിയാണ് നമ്മൾ ഈ കണ്ടത്, ചൈനയായിട്ടുള്ള. ഇതൊക്കെ തന്നെയാണ് സകല ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളൊക്കെ ഇന്ത്യനെ പറ്റി പറയുന്നത്. അവരുടെ ചുമ്മാ മതത്തിൻ്റെ പേരിൽ ആ പ്രധാനമന്ത്രി തന്നെ അവിടെ ആൾക്കാരെ തമ്മിലടുപ്പിക്കും. അല്ലെങ്കിൽ ഇല്ലാത്ത കാര്യം പറഞ്ഞിട്ട് ഹിന്ദു ക്രിസ്ത്യൻ, ഹിന്ദു മുസ്ലിം, ഹിന്ദു മുസ്ലിം, മുസ്ലിം ഹിന്ദു എന്നും പറഞ്ഞിട്ട് അവിടെ തമ്മിലടുപ്പിച്ചിട്ട് ഈ പാവം ചങ്കിക്കുഞ്ഞുങ്ങളെ വെച്ചിട്ട് ബാക്കിയുള്ള വോട്ടുകൾ കട്ടിട്ടോ എന്തെങ്കിലുമൊക്കെ കാണിച്ചിട്ട് നമ്മുടെ ഇലക്ഷൻ കമ്മീഷനൊക്കെ കൂടെ പിടിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ കാണിച്ചിട്ട് അവിടെ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുക. എന്ത് ഗുണം കെട്ട രാജ്യമാണ്, എന്തിനാ അതിനെപ്പറ്റി ചിന്തിക്കുന്നതെന്നാണ് ഇപ്പം നമ്മുടെ അയൽ രാജ്യങ്ങൾ പറയുന്നത്. പിന്നെ നമ്മുടെ വിദേശ രാജ്യങ്ങൾ ഇപ്പോൾ മൊത്തം നമ്മൾ ഒന്നുമല്ലല്ലോ. വിച്ച ഗുരു എന്നുള്ളത് നമ്മുടെ സംഘികളുടെ മനസ്സിൽ മാത്രമേ ഉള്ളൂ. എവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇന്ത്യക്കാരെ കല്ലെടുത്ത് എറിഞ്ഞ് ഓടിക്കാൻ പോകും. ഒരു രാഷ്ട്ര ഇന്ത്യനെ വഴിക്ക് വെച്ചേക്കുന്നില്ല. ഇന്നലെ ഒരു അമേരിക്കൻ ഒരു ക്രിസ്ത്യൻ ഒരാളുണ്ട്, അയാളുടെ ഒരു വീഡിയോയുടെ പോർഷൻ കണ്ടിരുന്നു കേട്ടോ. ഞാൻ നാളെ നമുക്ക് വീഡിയോ ചെയ്യുന്നുണ്ട് അതിനെപ്പറ്റി. അതിന് ചെറിയ പോർഷൻ ഇതാണ്, അതായത് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഭരിക്കുന്ന രാജ്യം, ഇന്ത്യ ഭരിക്കുന്ന രാജ്യം ഭരിക്കുന്ന പാർട്ടിയും ആ പാർട്ടിയുടെ ഇന്ത്യയുടെ നേതാവായ നരേന്ദ്രമോദിയും വെറും മതങ്ങളെ പേരിൽ തമ്മിലടുപ്പിച്ച് വെറും ഫാസിസ്റ്റ് ഭരണം എന്താണെന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്നതെന്നും പറഞ്ഞിട്ട് അമേരിക്കക്കാരൻ്റെ ഒരു വീഡിയോ ഉണ്ട്. അതിൻ്റെ ഭാഗമാണ് അമേരിക്കയിലൊക്കെ ചങ്കികൾ ഓടിച്ചെല്ലുമ്പം ഇനി മുസ്ലിങ്ങൾ നിന്നാലും വേണ്ടില്ല, ഒരേറ്റ ഹിന്ദുക്കൾ ഇവിടെ നിർത്തരുത്, ഓടിച്ചോളണം കൾച്ചർലെസ് ഫെലോസ് എന്നും പറഞ്ഞിട്ട് അമ്മാതിരി അവസ്ഥ അമേരിക്ക മാത്രമല്ല ഒരുവിധം എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളും ഇപ്പോൾ ഇത് തന്നെ അവസ്ഥ. ആകെ ചങ്കികൾ സുഖമായിട്ട് പൈസ ഉണ്ടാക്കി തിന്ന് തൂറി കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് GCCയിൽ ഒരു കുഴപ്പമില്ല. അവർ സുഖമായിട്ട് ദുബായിലാണെങ്കിലും ഖത്തറിലാണെങ്കിലും കുവൈറ്റിലാണെങ്കിലും എല്ലായിടത്തും സുഖമായിട്ട് അവിടെ ജോലി ചെയ്യുന്നുണ്ട്, കാശ് കിട്ടുന്നുണ്ട്, ഇവിടുത്തെ നാട്ടിൽ സുഖമായിട്ട് ജീവിക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. എന്നാലും ഇവൻ്റെ കെട്ടൊക്കെ കുത്തിക്കഴപ്പെടുമ്പോൾ അവൻ അങ്ങോട്ട് പോസ്റ്റ് ഇടും. അങ്ങനെ പോസ്റ്റ് ഇടുന്ന എല്ലാ സകല ചെറ്റകളെയും അവിടെ കൂട്ടുന്നുണ്ട്. സമാധാനത്തിൽ അല്ലാത്ത അവൾ സുഖമായിട്ട് ജീവിക്കുന്നുണ്ട്. അവിടെ ഏതായാലും ഹിന്ദുവിനെ കാണുമ്പോൾ അറബികൾ കല്ലെടുത്തെറിയാനും അല്ല ഓടിക്കാനും നിൽക്കാറില്ല. പക്ഷെ നേരെ തിരിച്ചിപ്പം അമേരിക്കയിലും യൂറോപ്പിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഇന്ത്യക്കാരനാണെങ്കിൽ ഗോ ബാക്ക് ടു ഇന്ത്യ, ഇവിടെ നിൽക്കണ്ട, നിൻ്റെയൊക്കെ വൃത്തികെട്ട കൾച്ചറും കൊണ്ട് ഇവിടെ വരണ്ട എന്നും പറഞ്ഞിട്ട് ഇതാണ് ഇന്ത്യയുടെ അവസ്ഥ, ഇന്ത്യൻ ഡിപ്ലോമസിയുടെ അവസ്ഥ. അതിൽ വലിയ കുറ്റം പറയാനും നിങ്ങളിങ്ങനെ സംഘികൾ ഇങ്ങനെ കുറ്റം പറയാനായിട്ട് നിൽക്കാന്ന് പറയാം. എൻ്റെ പൊന്നു ചങ്കികളെ, നിങ്ങളുടെ ചങ്കനോണ്ട് ആദ്യം പറ ഇന്ത്യയുടെ അവസ്ഥകളൊക്കെ ഒന്ന് മാറ്റി വിടാൻ. ഇന്ത്യയിൽ ഈ പറഞ്ഞ പോലെ ചൈനക്കാരും ബാക്കിയുള്ളവരൊക്കെ ഇത്ര കൂളായിട്ട് ഇങ്ങനെ മുഖത്ത് നോക്കി പറഞ്ഞിട്ട് നമ്മൾ അയ്യോ പഠിച്ചിരിക്കാണ്ട് എന്തെങ്കിലുമൊക്കെ പറ്റുമെങ്കിൽ 56 ഇഞ്ചിൻ്റെ 56 വേണ്ടോ, ഒരു 2 ഇഞ്ചിൻ്റെ കുണം കാണിച്ചാൽ മതി. 56 അവിടെ നിൽക്കട്ടെ, 2 ഇഞ്ചിൻ്റെ കുണം കാണിച്ചു കഴിഞ്ഞാലെങ്കിലും എന്തെങ്കിലുമൊക്കെ ഉണ്ടോ. അല്ലാണ്ട് ഇങ്ങനെ പിടുങ്ങ് വിറച്ചിട്ടേ ഈ കിടുക്കാമണി വിറച്ചിട്ട് ഇങ്ങനെ നിന്നിട്ട് ട്രംപ് വരുമ്പോൾ ആ മുന്നോട്ടേ പോവില്ല. ചൈനക്കാരെന്തെങ്കിലും പറഞ്ഞാൽ നമ്മൾ നേരെ കൊടി വെക്കാനും ഓടും. ഈ പറഞ്ഞ പരിപാടിയൊക്കെ നിർത്തിയിട്ട് ഇന്ത്യക്ക് വേണ്ടി വല്ലതൊക്കെ ഇനിയെങ്കിലും ചങ്കിക്ക് വേണ്ടിയിട്ടല്ല, ചങ്കിൻ്റെ മനസ്സുഖത്തിന് വേണ്ടിയിട്ടല്ല, ഇന്ത്യക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യ്.